രഘുരാമചരിതത്തിന്റെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വാൽമീകിയും നാരദനും തമ്മിലുള്ള സംവാദം ആരംഭിക്കുകയാണ്. വാൽമീകി ചോദിച്ചു, ഇപ്പോൾ ഈ പാരിലാരാണ് ഗുണവാൻ ആര് വീര്യവാൻ, കൃതജ്ഞൻ ധർമ്മമറിവോൻ നേരോതുന്നോൻ ദൃഢവ്രതൻ, മര്യാദക്കാരൻ ആരാര് സർവഭൂതത്തിനും ഹിതൻ, ആർ വിദ്വാൻ പ്രാണിയുടയോൻ ആരൊരാൾ പ്രിയദർശനൻ. വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് പദാനുപദം മൊഴിമാറ്റം ചെയ്ത് സാക്ഷാൽ വള്ളത്തോൾ നാരായണമേനോന്റെ ചോദ്യമാണ് ഈ പറഞ്ഞ വരികളെല്ലാം. വാൽമീകി രാമായണത്തിൽ ചോദിക്കുന്നത്, കോന്നോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ, ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത, ചാരിത്രേണ ച കോയുക്ത സർവഭൂതേഷു കോഹിത, വിദ്വാൻ കഃ സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന. ഈ ശ്ലോകത്തിലൂടെ വാൽമീകി തന്റെ പ്രശ്നത്തെ അവതരിപ്പിച്ചു. ഇങ്ങനെ ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും വിദ്വാനും പ്രിയദർശനനും ഒക്കെ ആയിട്ടുള്ള തനിക്ക് ആവശ്യമുള്ള 15 ഗുണങ്ങളെ വ്യക്തമായി തന്റെ ഗുരുനാഥനോട് ശിഷ്യനായിട്ടുള്ള വാൽമീകി ചോദിക്കുകയാണ്. ആ ചോദ്യമാണ്, മഹർഷേത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. ഈ വിധത്തിലുള്ള ഒരു നരനെ എനിക്ക്, ഈ ലോകം മുഴുവൻ അറിയുന്ന ആളല്ലേ അങ്ങ്, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളല്ലേ അങ്ങ്, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരൂ. സത്യത്തിൽ എന്തുകൊണ്ട് നാരദനോട് ചോദിച്ചു എന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി. ഈ ലോകത്തിന്റെ മുക്കും മൂലയും കൈവെള്ളയിലെ വരകൾ പോലെ മനഃപ്പാഠമാണ് സാക്ഷാൽ നാരദമാമുനിക്ക്. എന്നും എവിടെയും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിത്വമാണ് സാക്ഷാൽ നാരദൻ. ആ നാരദന് ഈ ലോകത്തിലെ മുഴുവൻ ചരിതവും അറിയാം. ഓരോ നാടും ഓരോ പ്രദേശവും അറിയാം. ഓരോ പ്രദേശവാസികളെ അറിയാം. ഭരിക്കുന്ന രാജാക്കന്മാരെ അറിയാം. അതുകൊണ്ട് ഈ ഗുരുനാഥനോട് എന്റെ ഉള്ളിലുള്ള സംശയം ചോദിച്ചാൽ തീർച്ചയായും എനിക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോട് കൂടിയിട്ടാണ് വാൽമീകി ആ ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം കേട്ട ഉടനെ തന്നെ നാരദമാമുനി പൂപ്പുഞ്ചിരി തൂകി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 15 ഗുണങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമാണ്. മനുഷ്യരിൽ ഇത്തരം മൂല്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. എന്നാൽ ചോദിച്ച ചോദ്യം വളരെ കടുപ്പമാണ്. അത്തരമൊരാളെ തെരഞ്ഞുപിടിച്ചു തരിക എന്നതാണല്ലോ. എത്തരമൊരാൾ? ആ 15 ഗുണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതിലൊരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങളുണ്ട്. ഒരു സമാജത്തിൽ ജീവിക്കുന്ന ഒരു സാമാജിക ഭാവമുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ വൈയക്തികവും സാമാജികവും രാഷ്ട്രപരവുമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ചോദ്യം. കേവലം ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ, ആ വ്യക്തി നിൽക്കുന്ന നിൽപ്പുതറ വൈയക്തികവും സാമാജികവും രാഷ്ട്രവുമായിരിക്കണം. അത്തരമൊരു വ്യക്തിയുണ്ടോ? അതുകൊണ്ടാണ് ചോദ്യം വളരെ കഠിനമാണ് എന്ന് നാരദന് തോന്നിയത്. എന്നാലും അതിനെ പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നാരദമാമുനി രാമന്റെ ചരിതം പറയാൻ തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന ഈ ഒരു കഥാ സന്ദർഭം വെച്ച് നമുക്ക് ഇന്നത്തെ രാമായണ സത്സംഗത്തിന് സമാപനം കുറിക്കാം. വളരെ ശ്രദ്ധയോടെ വാൽമീകി രാമായണത്തെ നാം പഠിക്കുക മാത്രമല്ല, വാൽമീകി രാമായണം ഇതേപോലെ തന്നെ വള്ളത്തോൾ നാരായണമേനോൻ എന്ന് പറയുന്ന മഹാഋഷി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ മലയാള വരികൾ കൂടി നമ്മളൊന്ന് പഠിക്കാൻ കൂടി ഒരു ശ്രമം കാണിക്കണം, മനസ്സ് കാണിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.